മോളുവിൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇത് ഞങ്ങൾ ഓണം സ്പെഷ്യലായിട്ട് ഈ ഡ്രസ്സ് ഓണപ്പരിപാടിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ബ്ലൗസും പാവാടയും ധാവണിയൊക്കെ ആയിട്ട് വാങ്ങിയിട്ടൊരു സെറ്റായിരുന്നു കേട്ടോ. ഇതൊരു സെമി സ്റ്റിച്ച് ഒരു സെറ്റായിരുന്നു. നമ്മൾ ആദ്യം വേറൊരു കളറാണ് വാങ്ങിയിട്ടുണ്ടായത്. ഞങ്ങൾ അരീക്കോട് തന്നെ ഞാനും മോളും കൂടെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇവിടെ വന്ന് വീട്ടിലെത്തിയപ്പോൾ ഒക്കെ എന്തോ ഒരു രസം പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും അത് തിരിച്ചു കൊടുത്ത് ആ ഒരു സെറ്റ് തിരിച്ചു കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ധാവണിയുടെ സെറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതതിൻ്റെ ഷാളാണ് കേട്ടോ. നമ്മൾ ധാവണിയൊക്കെ ആയിട്ട് ഉടുക്കാനും പിന്നെ സെമി സ്റ്റിച്ച് ആയിട്ടുള്ള പാവാടയും പിന്നെ ബ്ലൗസിൻ്റെ ശീലയാണ്. ബ്ലൗസ് ആകുമ്പോൾ അധികം ലെങ്ത്തോ വീതിയോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു പീസ് ഈ ഒരു പീസായിരുന്നു ബ്ലൗസിന്. പിന്നെ തയ്ച്ച് വെച്ച ഞെറിവൊക്കെ തയ്ച്ച് വെച്ചിട്ടുള്ള ഒരു പാവാടിൻ്റെ ശീലയായിരുന്നു. ഇത് ഞങ്ങൾ വാങ്ങി ഇവിടെ എത്തിയപ്പോഴാണ് 2 ദിവസം കഴിഞ്ഞ് മോളുൻ്റെ ഹസ്ബൻഡ് മോളുവിനെ കൊണ്ടുപോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വേറൊരു ഓണം സ്പെഷ്യൽ പാർട്ടി വെയറും ഒക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. നല്ല വൈറ്റ് കളറും ബ്ലാക്കൊക്കെ വെച്ചിട്ടുള്ള പിന്നെ നല്ല കസവൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ വാങ്ങിക്കൊടുത്തു. പിന്നെ ഇതെന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ നിന്നപ്പോൾ ഞാൻ കരുതിയതായി ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാമെന്ന്. ബ്ലൗസിൻ്റെ തുണി എടുത്തിട്ട് യോക്ക് ഭാഗത്തും ബാക്കി സ്കേർട്ട് ഞാൻ കട്ട് ചെയ്ത് അവളുടെ ലെങ്ത്തിനൊക്കെ ഭാഗമാക്കിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഒരു ഫ്ലയർ പോലെ അല്ല അനാർക്കലി മോഡൽ തന്നെ എടുത്തു. കരയുടെ ഭാഗം വെച്ചിട്ട് ഞാൻ സ്ലീവൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഇത് എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിൽ ഇത് ഒന്ന് തയ്ച്ചിട്ടപ്പം നല്ല ലുക്ക് ഉണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അവളിതൊരു ഗെറ്റ് റെഡി വിത്ത് മീം പിന്നെ ട്രാൻസ്ഫർമേഷൻ വീഡിയോ പിന്നെ ഐറൂസിന് ഇതേ ബ്ലൂ കളർ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടത് ഇത് വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് കാണിക്കാമെന്ന് കരുതി. പിന്നെ ഇതിൻ്റെ ട്രാൻസ്ഫർമേഷൻ വീഡിയോ ആയിട്ടും ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടൊക്കെ അവളുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ചാനലിൻ്റെ പേര് ജേണി വിത്ത് ഹണി എന്നാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ചാനൽ കയറിയിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.